അപ്പോ ഇതെന്ത് ചെടിയാന്ന് പറയാൻ പറ്റുമോ? ഇത് കിളിഞ്ഞാവൽ. കിളിഞ്ഞാവൽ. ഇത് ഔഷധ ഗുണമുള്ളതെന്നാണ് പറയുന്നത്. അതിനെ കുറിച്ച് അറിയാമോ? ഇത് ഔഷധ ഗുണമുള്ളതാണ്. ഇതിന്റെ ഔഷധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കായ് ഇപ്പം മൂത്തിട്ടില്ല. ഇത് മൂക്കുന്നത് കുറച്ച് കഴിയണം. അതായത് ഇത് ഈ പരുവാണോ? ഈ പരുവം. ഇത് മൂത്തതാണോ? ഇത് മൂത്തതാണ്. കാരണം ഇത് അത് ആദ്യം ഉണ്ടായോണ്ടാണ് നേരത്തെ മൂത്തത്. ഇത് മൂക്കുമ്പം ആ കായ കഴിച്ചു കഴിഞ്ഞാല് ഷുഗർ എന്തോരം കൂടിയതാണല്ലോ അത് കുറയും. അപ്പൊ എങ്ങനെയാ അത് കഴിക്കേണ്ടത്? അറിയാമോ അതിനെ കുറിച്ച്? ഇത് ഒരു 3-4 വീതം ചുമ്മാ കഴിക്കാം. ചുമ്മാ കഴിക്കണം. കടിച്ച് വെച്ച് കഴിച്ചാൽ മതി. അത് 7 ദിവസം കഴിക്കണം. അതായത് ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം കഴിക്കണം. ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം കഴിക്കണം. 3 വെച്ച് രാവിലെ വൈകിട്ടും കഴിക്കണം. ഹൈ ഷുഗർ ആണെങ്കിൽ 7 എണ്ണം കഴിക്കണം. അല്ല എങ്കിൽ 3 4 6 കഴിച്ചാൽ മതി. ഓക്കെ. അങ്ങനെ 2 നേരം 7 ദിവസം കഴിക്കണം അല്ലേ? 7ാമത്തെ ദിവസം ഷുഗറിന്റെ ലെവൽ കുറയും. ഉറപ്പാണോ? ഉറപ്പാ എന്നാണ് പറയുന്നത്. ഇതുകൊണ്ട് ഇതിപ്പോ മൂപ്പായിട്ടില്ല. ആ താഴെ മാത്രമേ മൂപ്പായിട്ടുള്ളൂ. ഇതിപ്പം താഴത്തെ ആദ്യം ഉണ്ടായിണ്ടാവും. ഇതുണ്ട് മേലേക്ക് ഒത്തിരി ഉണ്ട്. ഇത് ഈ ചെടി ഭയങ്കര ഔഷധ ഗുണമുള്ള അല്ലേ? ഈ കിളിഞ്ഞാവൽ എന്ന് പറയുന്നത് നല്ല ചെടിയാണിത്. നല്ല ചെടിയാണ്. ഇതിപ്പോ ഉണ്ടായി വന്നേ ഉള്ളൂ. ഇത് പയ്യെ പൂവായിട്ടേ ഉള്ളല്ലോ. ഫസ്റ്റ് ഇത്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഈ കാണുന്നത്. 2 സ്റ്റെപ്പാണ് ഈ കാണുന്നത്. 3ാമത്തെ സ്റ്റെപ്പാണ് താഴെ കണ്ടത് അല്ലേ? ഓക്കെ. എന്നാ ശരി, ആയിക്കോട്ടെ. ഇത്ര നല്ല അറിവ് പറഞ്ഞു തന്നതിൽ നന്ദി.